ഹലോ ഗൈസ്, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്ന ഒരു വാർത്തയാണല്ലോ. ഇപ്പം തൃക്കരിപ്പൂരുള്ള ഒരു സെവൻസ് ടൂർണമെന്റിൽ VAR ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ ഒരു പക്ഷേ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അതൊരു VARൻ്റെ പേരിൽ തന്നെ റഫർ ചെന്ന് ചെക്ക് ചെയ്യുന്നു, എന്നിട്ട് ഡിസിഷൻ മാറ്റുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നൊരു സമയത്ത് ഏറ്റവും കൂടുതൽ ഒരു ചർച്ച ചെയ്യുന്നൊരു വിഷയം ഇന്ത്യൻ സൂപ്പർ ലീഗ് എന്ന് പറയുന്ന രാജ്യത്തെ ടോപ്പ് ടയർ ലീഗിൽ ഇപ്പോഴും VAR വന്നിട്ടില്ല. പക്ഷേ ഇതേപോലെ കേരളത്തിലെ ഒരു സെവൻസ് ടൂർണമെൻറ്റിൽ ഇത് എത്തുന്നു എന്നുള്ളത് അതിനിപ്പോൾ പഴി കേൾക്കേണ്ടി വരുന്നത് ISL ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ടൊന്ന് നോക്കാൻ പോകുന്നത്. ISL പോലും ഇല്ലാത്ത VAR എങ്ങനെ ഈ പറഞ്ഞ ഒരു സെവൻസ് ടൂർണമെൻറ്റിൽ വന്നു എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം അത് VAR എന്നുള്ള പേര് മാത്രമാണുള്ളത്. അത് ശരിക്കും VAR അല്ല എന്നുള്ളതാണ്. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ VAR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഫയുടെ പേറ്റൻ്റ് ഉള്ള ഒരു റിവ്യൂ സിസ്റ്റം ഒക്കെയാണ് എന്നുള്ളതാണ്. സോ ഇപ്പം ലോക്കൽ ടൂർണമെൻറ്റ്സിലൊക്കെ അങ്ങനെ പേര് ഉപയോഗിച്ചിട്ട് അത് VAR എന്നൊക്കെ പറഞ്ഞ് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ടോപ്പ് ടയർ ലീഗ്സ്, പ്രൊഫഷണൽ ലീഗ്സിൽ ഒന്നും ഉപയോഗിക്കാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഫിഫയുടെ പേറ്റൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കറിയാമല്ലോ VAR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കോടിക്കണക്കിന് രൂപ ചിലവുണ്ട്. ഈ പറഞ്ഞ പോലെ ഫിഫയുടെ പേറ്റൻ്റ് എടുത്ത് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഒരു VAR റൂം കാണും, അതിനോടൊപ്പം ഒരുപാട് ടെക്നിക്കലായിട്ടുള്ളൊരു ടീം കാണും, അതുപോലെ എക്സ്ട്രാ ഒരുപാട് ക്യാമറ പരിപാടികളൊക്കെ ഉണ്ടാകും. അപ്പം അങ്ങനെയൊക്കെ എല്ലാം കൂടി ഒത്തുചേർന്നതിനെയാണ് നമുക്ക് VAR എന്ന് പറയാൻ പറ്റുക. ഇപ്പം എന്തുകൊണ്ട് ഇപ്പം പല ലീഗ് ഇപ്പം VAR ഇല്ലാത്തടത്ത് ഇല്ലാത്ത രീതിയിൽ തന്നെ റഫറി ഡിസിഷൻസിലൊക്കെ തന്നെയാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എന്തുകൊണ്ട് അത് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹെവിയാണ്. അതുകൊണ്ട് തന്നെയാണ് അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ബിഗ് ലീഗ്സിൽ മാത്രം VAR ഉള്ളത്. അതായത് ഈ പറഞ്ഞ ഈ സെവൻസ് ടൂർണമെന്റിലൊക്കെ ചെയ്യുന്നത് ജസ്റ്റ് TV യിൽ നോക്കിയിട്ട് ആ മുമ്പ് നടന്ന ഒരു ഇൻസിഡന്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് റഫറി ആ ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ പലരും ചോദിക്കുന്നൊരു കാര്യമാണ് എന്തുകൊണ്ട് ISL ഇതുപോലെ TV വരുന്ന ആ ഒരു നെക്സ്റ്റ് ഒരു 30 സെക്കൻഡ് മുമ്പുള്ളത് നോക്കിയിട്ടൊരു ഡിസിഷനൊക്കെ എടുത്തുകൂടാ എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഫിഫയുടെ തന്നെ ഒരു ഇപ്പം VAR ഉണ്ട്, VAR ലൈറ്റ് ഉണ്ട്, ഇപ്പം പുതുതായിട്ട് FPS എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു സംവിധാനം വരുന്നുണ്ട്. അപ്പം ഇതൊക്കെ തന്നെ ടോപ്പ് ടയർ പ്രൊഫഷണൽ ലീഗ്സിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം ഇവിടെ നമ്മൾ ഉറപ്പായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. VARൻ്റെ കാര്യത്തിൽ ISL സമീപകാലത്ത് അത് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം അത്രത്തോളം എക്സ്പെൻസ് വരും എന്നുള്ളതാണ്. അപ്പം ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പം FPS എന്നൊക്കെ പറയുന്ന പുതിയൊരു ടെക്നോളജി വരുന്നത്. അത് വളരെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരു സമീപകാലത്ത് നമ്മുടെ ഒരു ISL വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സെറ്റപ്പ് ആയിരിക്കും വരാനുള്ള സാധ്യത ഉള്ളത്. അത് ഇപ്പം VAR ലൈറ്റിനേക്കാളിലൊക്കെ ഒരുപാട് എക്സ്പെൻസ് കുറഞ്ഞൊരു രീതിയായിരിക്കും. കാരണം അഡീഷണൽ ക്യാമറാസ് അത് വരുമ്പോൾ പോലും അത് ഇപ്പം ഹ്യൂമൻ റിസോഴ്സിൻ്റെ ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ ഒരു VAR ഒരു ടെക്നിക്കൽ ഗ്രൂപ്പിൻ്റെ ആവശ്യം വരുന്നില്ല. ഒരു ഒരു ടെക്നിക്കൽ എക്സ്പേർട്ടിൻ്റെ മാത്രം ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനും റഫറിക്ക് ആ ഒരു വിഷ്വൽസ് കാണിച്ചു കൊടുക്കാനും. അപ്പം വളരെ കുറഞ്ഞ രീതിയിൽ നമ്മളത് ഓൾറെഡി FPS പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതുമാണ്. അപ്പം അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ പറഞ്ഞ VAR എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ് ISL പോലത്തുള്ള ലീഗിലൊന്നും അത് വരാത്തത്. നമുക്കറിയാം റഫറി ഡിസിഷൻസ്, ബ്ലണ്ടർ ഡിസിഷൻസ് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ പറഞ്ഞ പോലെ FPS ഒക്കെ കൂടുതൽ സജീവമായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മളെ പോലത്തെ ISL പോലത്തെ ഡെവലപ്പിംഗ് ആയിട്ടുള്ള ലീഗ്സിലൊക്കെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നടക്കുകയുള്ളൂ. പിന്നെ ഇപ്പോൾ പലരും ഒക്കെ പറയുന്നൊരു കാര്യമാണ്, മുമ്പ് വന്നിട്ടുള്ളൊരു വാർത്തയാണല്ലോ ഇപ്പം SLK VAR കൊണ്ടുവരുന്ന ഒരു വാർത്തയൊക്കെ പ്രചരിച്ചായിരുന്നല്ലോ. ഞാൻ പറയാണ് ഒരു 10-20 വർഷത്തേക്കെങ്കിലും അതൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട SLK കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം ഇപ്പോൾ നല്ല എക്സ്പെൻസാണ്. അത് ഇപ്പം SLKയുടെയൊക്കെ ബഡ്ജറ്റിനേക്കാൾ അതിൻ്റെ എത്രയോ ഇരട്ടി വരുമായിരിക്കും അറിയാം VARന്. അപ്പം അതെങ്ങനെ പോസിബിൾ അല്ല. പക്ഷേ പറഞ്ഞാൽ പുതിയ സാങ്കേതിക വിദ്യകൾ അതും കുറഞ്ഞ ബഡ്ജറ്റിലൊക്കെ വരുന്നത്, അത് ഫിഫ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ ലീഗ്സിലൊക്കെ ഗുണകരമായിട്ട് മാറും. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് പറയേണ്ടതുള്ളത്. അപ്പം എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻസ്? തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുക. സനിയ.